I've been in your waters, been knocking at your door. I know one thing for sure, I've never been so close before. You were truly my love, but it was over so fast. Just one thing to discover, it was never built to last. It's one way or the other, no way in between. I ain't getting any younger, and you will stay forever a dream. You were truly my love, but it was over so fast. Just one thing to discover, it was never built to last. ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ലിസ്ബണിൽ ഞങ്ങൾ ട്രൈ ചെയ്ത കുറച്ച് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. കഴിഞ്ഞ 1-2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളുടെ പോർച്ചുഗീസ് ട്രാവൽ വിശേഷങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിറ്റിയാണ് കേട്ടോ ലിസ്ബൺ. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് പാസ്റ്റേഴ്സ് ഡേ ബില്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കസ്റ്റർഡ് ടാർട്ട്. അതായത് നമ്മൾ പാസ്റ്റേരിയ നാറ്റ എന്ന് പറഞ്ഞ ഇവിടുത്തെ എഗ് ടാർട്ട്സ് ആണ്. അതായത് ലിസ്ബണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് പോർച്ചുഗീസ് എഗ് ടാർട്ട്. അത് ഇവിടെ എല്ലാ ഷോപ്പിലും എല്ലാ കാഫേസ് ബേക്കറീസിലൊക്കെ നമുക്ക് കിട്ടും. എന്നാലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ പാസ്റ്റേഴ്സ് ഡേ ബില്ലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊരു ബേക്കറിയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര വലിയൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഭയങ്കര അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ഒരു 250 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സ് ഉണ്ട്. ഭയങ്കര തിരക്കാണ്, ലോങ് ക്യൂ ആയിരുന്നു. ഞങ്ങൾ പോയത് ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയപ്പോഴായിരിക്കും. ഈ ഒരു സമയത്ത് ഞങ്ങൾ അറൗണ്ട് 40-45 മിനിറ്റ്സ് ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറിയത്. ഇവർക്ക് ടേക്ക് അവേ ഉണ്ട്, സിറ്റിനും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ പോകാൻ കാരണം, നമ്മൾ ഒരു വീഡിയോ കണ്ടിരുന്നു, മമ്മൂക്കായുടെ ഫേവറേറ്റ് മമ്മൂക്കയും ദുൽഖറൊക്കെ വന്നപ്പോൾ ഇവിടെ വന്നു എന്ന് കണ്ടിട്ട്. അപ്പം ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്യൂ നിന്ന് ഇത് വരാനുള്ളത് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതെ, മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച ഡിഷസാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ പിക്ചർ കണ്ടിട്ട് സെലക്ട് ചെയ്യുമായിരുന്നു. അതിൽ പാസ്റ്റേരിയ നാറ്റ, അതായത് പാസ്റ്റേരിയ ബെല്ലം എന്നാണ് പറയുന്നത്. അതിൻ്റെ എഗ് ടാർട്ടിൻ്റെ ഒറിജിനൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി ഇവരുടെ ആണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു 35 മിനിറ്റോളം ക്യൂ നിന്നിട്ട് നമ്മുടെ മമ്മൂക്ക ലിസ്ബണിൽ വന്നപ്പം വന്ന ഒരു ബേക്കറിയിൽ വന്നേക്കാണ്. മമ്മൂക്കയും ദുൽഖറൊക്കെ അവരൊക്കെ വരുമ്പോഴേ നമുക്കറിയാം പുള്ളി ഫുഡിയാണല്ലോ, അപ്പം നല്ലതായിരിക്കും വെച്ച് വന്നു. നിങ്ങൾ ക്യൂ കണ്ടു കാണും, ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഭയങ്കര ശബ്ദം കേട്ടോ. നമ്മൾ അകത്ത് കയറി. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തോന്ന് പറയാനായിട്ടോ, ഞാൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. എന്തായാലും എഗ് ടാർട്ടാണ് ഇത്. നമ്മൾ പലയിടത്തും ഇവിടുന്ന് കഴിച്ചു, പക്ഷെ അതിൻ്റെ ഒറിജിനൽ സംഭവം ഇതൊരു ബേക്കറിയാണ്. പക്ഷെ ഭയങ്കര ഹ്യൂജാണ്. എനിക്കൊന്ന് അറ്റ് ദ സെയിം ടൈം എനിക്കൊന്ന് 250 സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ആളുകളുണ്ട്. അപ്പം നമ്മൾ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം സ്വീറ്റ് ഡിഷസാണ്. മെയിനായിട്ട് കസ്റ്റർഡ് ടാർട്ട് കഴിക്കണം. പിന്നെ ബാക്കിയും കുറേ സ്വീറ്റ് ഡിഷസ് വാങ്ങിച്ചിട്ടുണ്ട്.
എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഉറപ്പാണ് ഇത് അടിപൊളിയാണ്. കാരണം ഞങ്ങളിവിടെ കഴിച്ച എല്ലാ ബേക്കറിയിലെ അടിപൊളിയല്ലേ സ്വീറ്റ് കാര്യങ്ങൾ. അതിൽ ഒരുപാട് റിവ്യൂസ് ഉണ്ട്. 78K റിവ്യൂസ് ഉണ്ട് ഈ ഒരു ബേക്കറിക്ക്. ഇതൊരു ബേക്കറി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഭയങ്കര ഹ്യൂജ് ആണ്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ഫുഡും പ്രൈസ് കുഴപ്പമില്ല, എല്ലാം 2 pounds 3 pounds അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. 2 euro അങ്ങനെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ UK കഴിക്കുവാണെങ്കിൽ ഒരു 40 pound കൊടുക്കേണ്ടി വരും. ഇവിടെ എനിക്ക് തോന്നുന്നില്ല അതിന്റെ പകുതി ആവുള്ളൂ. ഐറ്റംസ് ഉണ്ടോ നോക്കിക്കേ. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇനിയും നമ്മൾ ഓർഡർ ചെയ്യും അല്ലേ? ഓർഡർ ചെയ്യണം. ആദ്യം നമുക്ക് ഇത് കഴിച്ചു നോക്കാം. നമ്മൾ ഹെവി ആണെങ്കിൽ പറ്റില്ല, പക്ഷെ എന്തായാലും വേർത്ത് ആണ്. നമ്മൾ കുറച്ച് ക്യൂ നിന്നാലും വേർത്ത് ആണ്. എന്തായാലും ലെറ്റ്സ് അറ്റാക്ക്. എനിക്ക് ആക്ച്വലി ഈ പാസ്റ്ററിനായിട്ട് ഞങ്ങൾ പോർച്ചുഗലിൽ ഉണ്ടായിരുന്ന 4 ദിവസവും നമ്മളിത് കഴിച്ചിരുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഈ ബേക്കറിയിലാണ്. ഡേയ്സൂന് എനിക്ക് തോന്നുന്നു ടൈം ഔട്ട് മാർക്കറ്റിൽ നിന്ന് കഴിച്ചതാണ് ഏറ്റവും ഇഷ്ടമായത്. എല്ലാം നല്ലതാണ്, എല്ലാം ടേസ്റ്റിയാണ്. പിന്നെ ഷുഗറിൻ്റെ ലെവലാണ് ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതായിട്ട് തോന്നിയത്. എന്തായാലും നിങ്ങൾ ലിസ്ബണിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റാണ് ഈ ബേക്കറി കേട്ടോ. ഇവിടുത്തെ പല ഡെസേർട്ട്സ് ഞങ്ങൾ ട്രൈ ചെയ്തു. കേക്ക്സ്, പേസ്ട്രീസ് ഇതെല്ലാം നല്ലതാണ്. ഇന്നത് എന്ന് പറയാനില്ല. ഞങ്ങളൊരു 5-6 ഐറ്റം ട്രൈ ചെയ്തതിൽ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഡേയ്സു സോന കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അയ്യോ, ഞങ്ങൾ സ്റ്റീം ബാത്തൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ചുമന്നല്ല 20,000 സ്റ്റെപ്സ് ഒക്കെ എടുത്ത് നടന്നു വന്ന് അവശരായിട്ട് വരുമ്പോഴുണ്ടല്ലോ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി ആ സോന അങ്ങ് ചെയ്യാം. നല്ലതായിരുന്നു വെച്ചാൽ നല്ല സുഖം. ഞാൻ ഇന്ന് ചെയ്തില്ല, ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തായിരുന്നു. ഞാനിപ്പോ 2ാമത്തെ ദിവസം ചെയ്തു. ഇനി പറ്റില്ല, നമ്മൾ നാളെ ചെക്കൗട്ട് ചെയ്യാനുള്ള. കൊള്ളായിരുന്നു അല്ലേ? കൊള്ളായിരുന്നു. ഇത് ഇൻക്ലൂഡഡ് അല്ലേ നമ്മുടെ ഇതില്? അതെ അതെ, ഇതൊന്നും എക്സ്ട്രാ പേ ചെയ്യണ്ട. ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് പാക്കേജിൽ. കൃത്യം 1/2 മണിക്കൂർ ചെയ്തു. 1/2 മണിക്കൂർ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ ചെയ്തു. ഇപ്പൊ ഒരു റിലാക്സ് കുളിച്ചു വീണ്ടും റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടോ? ഇപ്പൊ ഒന്ന് കിടന്നാണ്ടല്ലോ നല്ല ഉറങ്ങാം. ഇപ്പം നെക്സ്റ്റ് ഡേ ആട്ടോ. അപ്പം ഞങ്ങൾ താമസിച്ചത് ഈ ഒരു ഹോട്ടലാണ്, NH ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടേത് ഒരു പാക്കേജ് ആയിരുന്നു. 550 pounds നമുക്ക് അക്കോമഡേഷനും ലണ്ടനിൽ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ടു ആൻഡ് ഫ്രം ഫ്ലൈറ്റ് ടിക്കറ്റ്സും 2 പേർക്കും കൂടി നമുക്ക് 550 pounds ആണ് ആയത്. അത് അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. കാരണം നമ്മൾ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ, നമ്മളായിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഒരു 20 minutes ബസ്സും അതുപോലെ തന്നെ സിറ്റി സെൻറ്ററിലോട്ട് ഒരു 20 minutes അങ്ങനെ നടുക്കായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ലിസ്ബൺ കാർഡ് എടുത്തു. 2 ദിവസത്തേക്ക് നമ്മൾ ലിസ്ബൺ കാർഡാണ് എടുത്തത്. ലിസ്ബൺ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിയംസും അതുപോലത്തെ അട്രാക്ഷൻസും tram 28 ഇതെല്ലാം നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാര്യം നമുക്ക് ഒറ്റൊരു എമൗണ്ട് ആദ്യം കൊടുക്കണമെങ്കിലും നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് മ്യൂസിയംസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രെയിൻ ടിക്കറ്റായിട്ട് പോയിട്ട് നമുക്ക് അവിടെ പാസ്സായിട്ട് എടുക്കാൻ പറ്റും, ഡെയിലി പാസ്സായിട്ട്. അത് പിന്നീട് ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. ലിസ്ബണിൽ എങ്ങനെയാണ് ഒരു ഐറ്റിനറി, എന്താണ്, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. മെയിനായിട്ട് ഇതൊരു സിറ്റിയാണ്. ഈ സിറ്റിയിൽ നമുക്ക് കുറച്ച് മോണ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബീച്ചുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഈ സാന്റ ജെസ്റ്റ ലിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ കുറച്ച് ചേർച്ചസ് ഉണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചർച്ചുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലിസ്ബൺ കത്തീഡ്രൽ ഉണ്ട്. പിന്നെ നമുക്ക് tram 28 എടുത്ത് ഫുൾ സിറ്റി ഒന്ന് കറങ്ങാം. ബെല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ ഒരു മോണ്യുമെൻറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ കൂടുതലും സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ കുറേ ഫുഡ് ട്രൈ ചെയ്യാനാണ് പോയത്. ഞങ്ങൾ 4 ദിവസമാണ് ലിസ്ബണിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ദിവസം നമ്മൾ സിൻട്ര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു 1 day ട്രിപ്പ് എടുത്തു. ബാക്കി ഒരു 2.5 ദിവസവും നമ്മൾ ലിസ്ബണിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഡെഫിനറ്റ്ലി നിങ്ങൾ കസ്റ്റർഡ് ടാർട്ട് ട്രൈ ചെയ്യണം. അതായത് പാസ്റ്റ ഡെ നാറ്റ ഓർ പാസ്റ്റ ഡെ ബിലം. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ട്രൈ ചെയ്യാം. എല്ലാ കഫേസിലും അത് കിട്ടും. എവിടെ നിന്ന് കഴിച്ചിട്ടും ഞങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉള്ളത് സീ ഫുഡാണ്. സീ ഫുഡിൽ ഇവരുടെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസ് ഉണ്ട്, കോഡ് ഫിഷ് ഉണ്ട്, സാർഡീൻസ് ഉണ്ട്. ഇതെല്ലാം ഫേമസ് ആണ്.
ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നത് ബ്രസീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിയാഡോയിലുള്ള ഒരു കഫേയിലാണ്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ട് വന്നതാണ്. പക്ഷേ ഇത് മസ്റ്റ് ട്രൈ എന്ന് ഒരിക്കലും പറയില്ല. ഓക്കെ എന്നേ ഉള്ളൂ. നല്ല കോഫി ആയിരുന്നു. ബാക്കി നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ഓക്കെ എന്നേ ഉള്ളൂ. കുറച്ചൊരു പോഷ് സൈഡാണ്. കമ്പയർ ടു അതർ കഫേസ് ഇതിൻ്റെ സാധനങ്ങളുടെ റേറ്റൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ബ്രസീലിയൻ കോഫി ആയതുകൊണ്ടായിരിക്കാം കുറച്ച് പോർച്ചുഗീസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുകൊണ്ടാവാം ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ട്രാം 28ൻ്റെ പകലത്തെ അവസ്ഥ കേട്ടോ ഇത്. ഭയങ്കര തിരക്കാണ്. അതുപോലെ ഈ ട്രാമിലും പിക്ക് പോക്കറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാം 28ൽ കയറണം എന്നുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് ക്യൂ നിന്നിട്ട് കയറുക. പിന്നീടുള്ള സമയത്ത് തിരക്കായിരിക്കും, നമുക്ക് സീറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര തിരക്കിൽ പോകേണ്ടി വരും. പിന്നെ ഞങ്ങൾ കുറച്ച് മാഗ്നറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വെച്ച് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, സാഡീൻ്റെ നമ്മുടെ മത്തിയുടെ ഷേപ്പിലുള്ള പെന്നാണ്. കാരണം ഇവർക്ക് സാഡീൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗീസിലൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും സാഡീൻ്റെ 2 പേന വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസും ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് കോപ്പൻഹാഗൻ കോഫി ക്ലബ്ബാണ്. അവിടുത്തെ കോഫിയും അതുപോലെ അവിടെ കുറച്ച് സിനമൺ റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റിയാണ്. അതൊരു പോർച്ചുഗീസ് ഡിഷല്ല, ഡെൻമാർക്കിൻ്റെ ഡിഷാണ്. പക്ഷെ എന്നാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എന്തൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് ദ കസ്റ്റർഡ് ടാർട്ട്, എഗ് കസ്റ്റർഡ് ടാർട്ട്, അതായത് പാസ്റ്ററിനായിട്ട് കഴിക്കുക. പിന്നെ പാസ്റ്ററി ബെല്ലമിൽ പോയിട്ട് അവിടുത്തെ ആ ബേക്കറിയിൽ ഫുഡ്, ഡെസേർട്ട്സ്, പേസ്ട്രീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. ടൈം ഔട്ട് മാർക്കറ്റിൽ പോയാലും അവിടുത്തെ പാസ്റ്ററിനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ അവിടുത്തെ പാവ്ലോവ കേക്ക്സ്, ചോക്ലേറ്റ് കേക്കാണ്, അത് വളരെ ടേസ്റ്റി ആയിരുന്നു, അത് ട്രൈ ചെയ്യാം. വേറൊരു അവിടുത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ മീറ്റ് സാൻഡ്വിച്ചാണ്. അതായത് 2 ബണ്ണിൻ്റെ അകത്ത് മീറ്റ് വെച്ചിട്ടുള്ളത്. തന്നെ പോക്കും കിട്ടും, ബീഫ് സ്റ്റേക്കും കിട്ടും. പോക്കാണ് അവിടുത്തെ ഫേമസ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായത് ബീഫ് സ്റ്റേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്തതെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ പലതും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിസ്ബണിൽ ഞങ്ങൾ ട്രൈ ചെയ്ത ഫുഡ് ഐറ്റം. ഡെഫിനറ്റ്ലി നമ്മൾ ട്രൈ ചെയ്യാത്ത ഒത്തിരിയും കാണും. അപ്പോൾ നിങ്ങൾ ലിസ്ബണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ പറഞ്ഞത് തന്നെ നോക്കാതെ കുറച്ച് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾ ഏത് കഫേയിൽ നിന്ന് കേക്ക്സോ അങ്ങനത്തെ പേസ്ട്രീസൊക്കെ വാങ്ങിച്ചാലും മിക്കതും നല്ലതായിരിക്കും. ഞങ്ങൾ ട്രൈ ചെയ്തൊക്കെ നല്ലതായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ഡേയ്സോ എനിക്ക് കേക്ക് വാങ്ങിച്ചു തന്നത് നല്ല കിടിലൻ കേക്കായിരുന്നു. ആ ബേക്കറിയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും നമ്മൾ നോക്കിയിട്ട് നമുക്കത് കിട്ടുവാണെങ്കിൽ അത് ആഡ് ചെയ്യാം. കേക്ക്സും പേസ്ട്രീസും ഒക്കെ കഴിച്ചതിൽ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ കേക്കായിരുന്നു. എനിക്കതിൻ്റെ ടേസ്റ്റ് ഏറ്റവും ഇഷ്ടമായത്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം. ഒരു റെഡ് വെൽവെറ്റ് പോലത്തെ ഒരു കേക്ക്, അതിന് തന്നെ വാനില കേക്ക് ഉണ്ടായിരുന്നു, ബ്ലൂബെറി വെച്ചിട്ടുള്ള. അത് അടിപൊളിയായിരുന്നു കേട്ടോ, മൈ ഫേവറേറ്റ്. നിങ്ങൾ ലിസ്ബണിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.